ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടൊരു എഗ് റൈസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാനാണ്. നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനാവശ്യമായിട്ട് 2 സവാള പൊടിയായിട്ട് അരിഞ്ഞതും, 1 ക്യാരറ്റും, 2 മുട്ടയും, 2 പച്ചമുളകും, 1 തക്കാളിയും, 2 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പൊന്നിയരിയുടെ ചോറ് കൂടി വേവിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സ്പൂണിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമ്മുടെ ഈ ഒരു ക്യാരറ്റിനും സവാളയ്ക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചോറ് ഞാൻ വേവിച്ചെടുത്ത സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ചോറ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിലും നമ്മുടെ എണ്ണയിലൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നിങ്ങൾക്ക് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സവാളയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ദാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് പെരുംജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരുംജീരകപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസാലക്കൂട്ടെല്ലാം കൂടി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഇതിലേക്ക് അല്പം മാത്രം കുരുമുളകിൻ്റെ പൊടി കൂടി ഞാൻ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2 മുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പൊന്നിയരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ കൈമ റൈസോ ജീരകശാല റൈസോ ഏത് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊന്നിയരിയുടെ ചോറ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ സാദാ അരിയുടെ ചോറാണുള്ളതെങ്കിലും അത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ചോറെടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് വേണം തക്കാളിയും സവാളയും പച്ചമുളകും മുട്ടയൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ രണ്ടാമത്തെ മുട്ടയെ ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. കുഴഞ്ഞ് ഇരിക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചോറ് നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ചോറാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകും, വെന്ത് കുഴഞ്ഞതുപോലെ ആയിപ്പോകും. അപ്പോൾ ആ ഒരു ചോറ് തിന്നാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ എഗ് റൈസൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചോറ് നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം മാത്രം ഇതേപോലെ തയ്യാറാക്കി എടുക്കുക. നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു സമയത്ത് മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് എളുപ്പത്തിൽ ഞാൻ തയ്യാറാക്കി എടുക്കുന്നതാണെന്ന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊതി,
രാത്രി എനിക്കൊരു എഗ് റൈസ് കഴിക്കണമെന്ന് തോന്നിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ് റൈസൊക്കെ ഏതാണ്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ബീൻസ് അതുപോലെ ക്യാപ്സിക്കം ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടിയൊക്കെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എനിക്കിങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പൊളി ടേസ്റ്റാണ്. ഇതുവരെയും എൻ്റെ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മതി നമുക്കിതുപോലൊരു എഗ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും നമുക്കൊക്കെ കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞു മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും നമുക്കൊക്കെ കഴിക്കാനായിട്ടാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ. അതുപോലെ തന്നെ എൻ്റെ ചാനലിലൊരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.